Hi students, welcome to Civil Tips PSC. അപ്പോൾ ഇന്ന് നമുക്കറിയാം ഈ ഒരു ഒക്ടോബറിൽ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 എക്സാം നടക്കുകയാണ്. അതിന് നമ്മുടെ സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും ഒരുപോലെ പ്രാധാന്യം ഉള്ള ഒരു എക്സാമാണ് ആ ഒരു ഗ്രേഡ് 3 എക്സാം. അതിന് നമ്മുടെ ഈ ഒരു മെക്കാനിക്കൽ പോർഷനിലുള്ള ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു സിലബസിനെ കവർ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 7 മൊഡ്യൂളായിട്ടാണ് ആ ഒരു സിലബസ് മെക്കാനിക്കൽ പോർഷൻ മാത്രമായിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കി സിവിലിൻ്റെ പോർഷൻ ഉണ്ട്. സിലബസ് കാണാത്തവർക്കായി നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വീഡിയോ കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, സിലബസിൽ 7 മൊഡ്യൂളായിട്ടാണ് മെക്കാനിക്കൽ പോർഷൻ കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഏകദേശം ഒരു 38 മാർക്കിന് നമ്മുടെ ആ ഒരു മെക്കാനിക്കൽ പോർഷനിൽ വരുന്നതാണ്. ഓക്കെ, അതിൽ തന്നെ ആദ്യം പറയുന്നതാണ് നമ്മുടെ ആ ഒരു ഡെവലപ്മെൻറ്റ് സർഫേസ്, അതുപോലെ തന്നെ ഇൻ്റർപെനട്രേഷൻ. ഓക്കെ, ആ ഒരു ഡെവലപ്മെൻറ്റ് സർഫേസ് ഒക്കെ നമ്മുടെ ഗ്രാഫിക്സിൻ്റെ ക്ലാസ്സിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫാസ്റ്റനേഴ്സിൻ്റെ പോർഷനാണ്. ഓക്കെ, ഫാസ്റ്റനേഴ്സിൻ്റെ പോർഷനിൽ ആ ഒരു സ്ക്രൂ ത്രെഡ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡ്, പ്രൊപ്പോർഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ ആ ഒരു സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു സ്ക്രൂ ത്രെഡ്, അതുപോലെ തന്നെ അതിൻ്റെ ടേംസ്, ആ ഒരു നോമൻക്ലേച്ചർ, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സിലബസ് ഞാൻ ആ ഒരു സിലബസിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സിലബസ് ഇതുവരെയും അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സ്ക്രൂ ത്രെഡ്. ഓക്കെ, സ്ക്രൂ ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണുന്നത് പോലെ ഇതൊരു നട്ടാണല്ലേ, നട്ട് ബോൾട്ടുമാണ് ആ ഒരു ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്കറിയാം ഒരു ഹെലിക്കൽ ഷേപ്പിൽ ഒരു ഗ്രൂവ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അതിനോട് സിമിലാരിറ്റി ആയിട്ട് ഒരു ഗ്രൂവും അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? സ്ക്രൂ ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഹെലിക്കൽ ഗ്രൂവ്, അതായത് ഒരു സിലിണ്ടറിക്കൽ പോർഷനിൽ ഫോം ചെയ്യുന്ന ഒരു ഹെലിക്കൽ ഗ്രൂവ് എന്ന് നമുക്ക് പറയാം സ്ക്രൂ ത്രെഡിനെ. അല്ലെങ്കിൽ എന്ത് പറയാം, ഒരു റിഡ്ജ്, ഒരു യൂണിഫോം സെക്ഷൻ ആയിട്ടുള്ള ഒരു റിഡ്ജ് ഫോം ചെയ്യുന്നതിനെയും നമുക്ക് എന്തോന്ന് പറയാം? ഈ ഒരു സ്ക്രൂ ത്രെഡ് എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രൂ ത്രെഡ് ഈസ് എ ഹെലിക്കൽ ഗ്രൂവ് ഫോംഡ് ഓൺ സിലിണ്ടറിക്കൽ സർഫേസ് എയ്തർ എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ബോൾട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ പുറത്ത് എക്സ്റ്റേണൽ സൈഡിലായിരിക്കും ആ ഒരു ഹെലിക്കൽ ഗ്രൂവ് അല്ലെങ്കിൽ ആ ഒരു റിഡ്ജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നട്ട് എടുത്തു കഴിഞ്ഞാൽ നട്ടിൻ്റെ ഒരു ഇന്റേണൽ പോർഷനിലായിരിക്കും ആ ഒരു ഹെലിക്കൽ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്ക്രൂ ത്രെഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് സർഫേസ് എയ്തർ എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു സെൻറ്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രൂ ത്രെഡ് ഈസ് എ റിഡ്ജ് ഓഫ് യൂണിഫോം സെക്ഷൻ ഇൻ ദ ഫോം ഓഫ് ഹെൽസ് എയ്തർ ഓൺ എ സിലിണ്ടർ ഓഫ് ഇൻസൈഡ് എ സിലിണ്ടറിക്കൽ സർഫേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സെക്ഷനായിട്ട് ഞാൻ കുറച്ച് വലുതാക്കി വരച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു ഇതിലായിരിക്കും വരിക. നമുക്കറിയാം ഈ ഒരു ഹെലിക്കൽ ഷേപ്പിലായിരിക്കും ആ ഒരു ഗ്രൂവ് അവിടെ, അല്ലെങ്കിൽ ആ ഒരു റിഡ്ജ് അവിടെ ഫോം ചെയ്ത് വരിക. ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? സ്ക്രൂ ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സ്ക്രൂ ത്രെഡിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. ഇൻ ഹെലിക്കൽ ഗ്രൂവ് ഫോംഡ് ഓൺ സിലിണ്ടറിക്കൽ സർഫേസ് എയ്തർ എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ ആണ്. ഓക്കെ, അതാണ് സ്ക്രൂ ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് അറിയാം ഈ ഒരു നമ്മുടെ എക്സ്റ്റേണൽ ത്രെഡും ഉണ്ട്, ഇന്റേണൽ ത്രെഡും ഉണ്ട്. ഇന്റേണൽ ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഒരു നട്ടിനകത്ത് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റേണൽ ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, നട്ടിനകത്ത് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റേണൽ ത്രെഡ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ബോൾട്ടിലാണെങ്കിലോ, ബോൾട്ടിൽ നമ്മൾ ഫോം ചെയ്യുന്നതാണ് എന്തോന്ന് പറയുന്നത്? നമ്മുടെ എക്സ്റ്റേണൽ ത്രെഡ് എന്ന് പറയുന്നത്. ആ കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ പറഞ്ഞിട്ടുള്ളത്. എക്സ്റ്റേണൽ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ത്രെഡ് ഫോംഡ് ഓൺ ദ ഔട്ട്സൈഡ് ഓഫ് എ ഷാഫ്റ്റ്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ബോൾട്ട്, സ്ക്രൂ ആൻഡ് സ്റ്റഡ് ഒക്കെ. ഓക്കെ, ബോൾട്ടിൻ്റെയൊക്കെ പുറത്ത് എക്സ്റ്റേണൽ സർഫേസിൽ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? എക്സ്റ്റേണൽ ത്രെഡ് എന്ന് പറയുന്നത്. ഇനി ഇന്റേണൽ ത്രെഡ് ആണെങ്കിലോ, ഇറ്റ് ഈസ് എ ത്രെഡ് ഫോംഡ് ഇൻസൈഡ് എ കമ്പോണൻറ്റ്, സേ എ ഹോൾ ഓർ നട്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇതൊരു സോളിഡ് ഒബ്സ്റ്റക്കിൾ ആണെന്ന് കരുതുക, ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണെന്ന് കരുതുക. ഓക്കെ, ഇതൊരു സോളിഡ് സബ്സ്റ്റൻസ് ആണ്. ഇതിനകത്ത് നമ്മൾ ആദ്യം ഒരു ഹോൾ ഇടും. ഓക്കെ, ഇങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ട് അതിനകത്തായിരിക്കും നമ്മൾ ഈ ഒരു ഇന്റേണൽ
ത്രെഡ് നമ്മൾ മേക്ക് ചെയ്യുക. ഓക്കെ, അതാണ് അവിടെ ഒരു ഹോൾ ഓർ നട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എക്സ്റ്റേണൽ ത്രെഡും ഇന്റേണൽ ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു ലെങ്ത് ഓഫ് എൻഗേജ്മെൻ്റ് എന്നൊരു പോർഷൻ പഠിക്കാനുണ്ട്. ഓക്കെ, ലെങ്ത് ഓഫ് എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്കിപ്പോൾ ഈ ഒരു നട്ടും ബോൾട്ടും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നട്ടിൽ നമുക്ക് എന്താണുണ്ട്, ഇന്റേണൽ ത്രെഡ് ഉണ്ട്, അതുപോലെ നമ്മുടെ ബോൾട്ടിൽ എക്സ്റ്റേണൽ ത്രെഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഇന്റേണൽ ത്രെഡും എക്സ്റ്റേണൽ ത്രെഡും കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലെങ്ത് ഓഫ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ ഒരു നട്ടിലുള്ള, അതായത് ഇപ്പോൾ നട്ടിനകത്താണ് നമ്മൾ ഇന്റേണൽ ത്രെഡ് ഉള്ളത്, അതുപോലെ തന്നെ ബോൾട്ടിന് എക്സ്റ്റേണൽ സർഫേസിലാണ് എക്സ്റ്റേണൽ ത്രെഡ് ഉള്ളത്. ഓക്കെ, ആ ഒരു എക്സ്റ്റേണൽ ത്രെഡും ഇന്റേണൽ ത്രെഡും എത്രത്തോളം പോർഷനിൽ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നു ആ പോർഷനെയാണ്, ആ ഒരു ലെങ്തിനെ, ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇതൊരു ബോൾട്ടാണ്, അതുപോലെ ഇതൊരു നട്ടാണ്. ഓക്കെ, ആ നട്ടിലാണ് നമ്മൾ ഇന്റേണൽ ത്രെഡ് ഉള്ളത്, ബോൾട്ടിലാണ് എക്സ്റ്റേണൽ ത്രെഡ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇന്റേണൽ ത്രെഡ് എക്സ്റ്റേണൽ ത്രെഡിൽ എത്രമാത്രം പോർഷൻ കവർ ചെയ്തിരിക്കുന്നു ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കടുത്ത് നോക്കേണ്ടതാണ് നമ്മുടെ പർപ്പസ് ഓഫ് സ്ക്രൂ ത്രെഡ്. ഓക്കെ, പർപ്പസ് ഓഫ് സ്ക്രൂ ത്രെഡാണ് നമ്മളടുത്ത് നോക്കുന്നത്. നമ്മൾ എന്തിനൊക്കെയാണ് സ്ക്രൂ ത്രെഡ് യൂസ് ചെയ്യാറുള്ളത്, നമുക്കറിയാം. ഫോർ ഫാസ്റ്റനിങ് പർപ്പസ്. ഓക്കെ, ഫാസ്റ്റനിങ് പർപ്പസിന് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ സ്ക്രൂ ത്രെഡ് യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ടൈറ്റ് ചെയ്യാനല്ലേ, രണ്ട് കമ്പോണൻസിനെ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്ക്രൂ ത്രെഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ട്രാൻസ്മിഷൻ ഓഫ് മോഷൻ. ഓക്കെ, നമ്മൾ മോഷനൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്ക്രൂ ത്രെഡ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ആ ഈ ഒരു മെക്കാനിക്കൽ പഠിച്ചുള്ളവർക്ക് അറിയായിരിക്കും, ആ ഒരു ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു മെഷീൻ. ഓക്കെ, അതിൽ ആ ഒരു കേരേജിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹാഫ് നെറ്റ് മെക്കാനിസമാണ് നമ്മുടെ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അങ്ങനെ ആ ഒരു ട്രാൻസ്മിഷൻ ഓഫ് മോഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, സ്ക്രൂ ത്രെഡ് യൂസ് ചെയ്യാറുണ്ട്. അതിന് ഒരു എക്സാമ്പിളാണ് ഹാഫ് നട്ട് വിത്ത് ലീഡ് സ്ക്രൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ട്രാൻസ്മിഷൻ മോഷൻ എക്സാമ്പിളാണ് ഹാഫ് നട്ട് വിത്ത് ലീഡ് സ്ക്രൂ. ഓക്കെ, അത് ആ ഒരു ട്രാൻസ്മിഷൻ ഓഫ് മോഷൻ എക്സാമ്പിളാണ്. ഇനി മറ്റ് പർപ്പസുകൾ എന്താണ്, യൂസിന് പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ, നമ്മൾ ആ ഒരു മൈക്രോമീറ്റർ, അതുപോലെ തന്നെ നമ്മൾ പ്രിസൈസ് ആയിട്ട് നമുക്കൊരു ഡിസ്റ്റൻസോ അങ്ങനത്തെ എന്തെങ്കിലും മെഷർമെൻറ്റ് എടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു സ്ക്രൂ ത്രെഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ അടുത്തതാണ് ടു അപ്ലൈ പ്രഷർ ആൻഡ് ലോഡ് ലിഫ്റ്റിംഗ് പർപ്പസ്. ഓക്കെ, നമ്മൾ പ്രഷർ ആൻഡ് ലോഡ് ലിഫ്റ്റിംഗ് പർപ്പസിനായിട്ട് നമ്മൾ ഈ ഒരു സ്ക്രൂ ത്രെഡ് യൂസ് ചെയ്യാറുണ്ട്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ കാറിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ആ ഒരു ജാക്കി കിട്ടും, ഒരു സ്ക്രൂ ജാക്കി കിട്ടും. ആ ജാക്കി നമ്മൾ കാറിന് അടിഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കറക്കും അല്ലേ, ഒരു ലിവർ നമ്മൾ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അങ്ങനെയാണ് അവിടെ ലിഫ്റ്റ് ആവുന്നത്. ഓക്കെ, അവിടെ എന്താണ്, അവിടെ ഒരു സ്ക്രൂ ത്രെഡിൻ്റെ ആ ഒരു ഹെൽപ്പോട് കൂടിയാണ് അത് നമ്മളിങ്ങനെ ഒരു ലിവർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ലോഡ് ലിഫ്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ ഒരു സ്ക്രൂ ത്രെഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ലൈ പ്രഷർ ആൻഡ് ലോഡ് ലിഫ്റ്റിംഗ് പർപ്പസിനുള്ള ഒരു എക്സാമ്പിളാണ് സ്ക്രൂ ജാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനുള്ള ഒരു എക്സാമ്പിളാണ് സ്ക്രൂ ജാക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ട്രാൻസ്മിഷൻ ഓഫ് മോഷൻ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഫോർമേഷൻ ഫാസ്റ്റനിങ് പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു രണ്ട് കമ്പോണൻറ്റിനെയൊക്കെ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ടൈറ്റ് ചെയ്യുക, അതാണ് ആ ഒരു ഫാസ്റ്റനിങ് പർപ്പസിന് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ. ദെൻ യൂസിങ് പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, നമ്മുടെ ഒരു മൈക്രോമീറ്റർ പോലുള്ള ഇൻസ്ട്രുമെൻറ്റിലൊക്കെ നമ്മൾ ഈ ഒരു സ്ക്രൂ ത്രെഡ് ടൈപ്പ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അങ്ങനെ മെഷർമെൻറ്റ്, പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സിനൊക്കെ നമ്മൾ ഈ ഒരു സ്ക്രൂ ത്രെഡ് യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് ടു അപ്ലൈ പ്രഷർ ആൻഡ് ലോഡ് ലിഫ്റ്റിംഗ് പർപ്പസ്, ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്ക്രൂ ത്രെഡ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടതാണ് അതിലുള്ള ടേംസ്. ഓക്കെ, അതിന് ഞാനിവിടെ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഫിഗറിൽ എക്സ്റ്റേണൽ ത്രെഡിൻ്റെയും സെക്ഷൻ കാണിച്ചിട്ടുണ്ട്, അതുപോലെ ഇന്റേണൽ ത്രെഡിൻ്റെയും സെക്ഷൻ കാണിച്ചിട്ടുണ്ട്, ആ ഒരു ഡ്രോയിങ്സ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ ഒരു ആക്സിസ്. ഓക്കെ,
ഇതാണ് അതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സെൻറ്റർ ലൈനിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ആക്സിസ് എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് ദ ത്രെഡഡ് പാർട്ട്. ഓക്കെ, ആ ഒരു ത്രെഡഡ് പാർട്ടിലെ ലോഞ്ചിറ്റ്യൂഡിനൽ സെൻറ്റർ ലൈനിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് ഈ ഒരു ഫിഗറിൽ കാണുന്നത് പോലെ ക്രസ്റ്റ്. ഓക്കെ, ക്രസ്റ്റ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഈ ഒരു ഫ്ലാങ്ക് എന്ന ടൈം നമുക്ക് നോക്കാം. ഫ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ത്രെഡിൻ്റെ ഈ ഒരു ഇൻക്ലൈൻഡ് പോർഷനെയാണ് നമ്മൾ ഫ്ലാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനൊരു സിംഗിൾ ത്രെഡായിട്ട് വരച്ച് കാണിച്ചു തരാം. ഇത് ഒരു ത്രെഡാണെന്ന് കരുതുക. ഈ ഒരു ഇൻക്ലൈൻഡ് പോർഷനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഫ്ലാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫ്ലാങ്ക്. ഇനി ഈ ഫ്ലാങ്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ടോപ്പ് പോർഷനെയാണ് ഈ ഒരു ടോപ്പ് പോർഷനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻക്ലൈൻഡ് പോർഷനെയാണ് നമ്മൾ ഫ്ലാങ്ക് എന്ന് പറയുന്നത്. ഈ ഫ്ലാങ്ക് തമ്മിൽ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ യോജിക്കുന്ന ടോപ്പ് പോർഷനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഇവിടെ ഒരു ത്രെഡ് നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലാങ്കും അതുപോലെ ഈ ഒരു ഫ്ലാങ്കും ജോയിൻ ചെയ്യുന്ന ലോവർ പോർഷൻ, ഓക്കെ, ലോവർ പോർഷനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലാങ്ക് പറഞ്ഞു, ആക്സിസ് പറഞ്ഞു, ക്രസ്റ്റ് പറഞ്ഞു, റൂട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഫ്ലാങ്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ടോപ്പ് പോർഷനെയാണ് ടോപ്പ് പോയിന്റിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫ്ലാങ്ക് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലോവർ പോർഷനെയാണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്. ഇനി ഫ്ലാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഇൻക്ലൈൻഡ് പോർഷനെയാണ്, ത്രെഡിൻ്റെ ഇൻക്ലൈൻഡ് പോർഷനെയാണ് നമ്മൾ ഫ്ലാങ്ക് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ആക്സിസ് എന്താണെന്ന് പഠിച്ചു. ആക്സിസ് എന്താണ്? ആ ഒരു ത്രെഡഡ് പാർട്ടിലൂടെയുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ സെൻറ്റർ ലൈനിനെയാണ് നമ്മൾ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ സെൻറ്റർ ലൈൻ. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ സെൻറ്റർ ലൈൻ ത്രൂ ഔട്ട് ദ ത്രെഡഡ് പാർട്ട്, അതിനെയാണ് ആക്സിസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ക്രസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ദ ടോപ്പ് എഡ്ജ് ഓർ സർഫേസ് ജോയിനിങ് ദ ടു സൈഡ് ഓഫ് ഫ്ലാങ്ക്. ഓക്കെ, ഫ്ലാങ്കിൻ്റെ രണ്ട് സൈഡും കണക്ട് ചെയ്യുന്ന ഒരു ടോപ്പ് എഡ്ജിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ റൂട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ബോട്ടം എഡ്ജ്. ഓക്കെ, ബോട്ടം എഡ്ജ് ഓർ സർഫേസ് ജോയിനിങ് ദ സൈഡ് ഓഫ് ദ ടു അഡ്ജസെൻ്റ് ത്രെഡ് അല്ലെങ്കിൽ ഫ്ലാങ്ക് ഈസ് കാൾഡ് റൂട്ട്. ഓക്കെ, ദെൻ അടുത്തൊരു ടേമാണ് ഡെപ്ത് ഓഫ് ത്രെഡ്. ഓക്കെ, ത്രെഡിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു റൂട്ടും ക്രസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ആ ഒരു ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം. ഓക്കെ, ആ ഒരു ആക്സിസിന്, അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ദ ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്രസ്റ്റ് ആൻഡ് റൂട്ട് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. ഓക്കെ, അതായത് ആ ഫിഗറിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആക്സിസ് അല്ലേ. ആക്സിസിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രസ്റ്റ്, ഇതാണ് റൂട്ട്. ഓക്കെ, അപ്പോൾ ടോപ്പ് എഡ്ജിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ലോവർ എഡ്ജിനെ അല്ലെങ്കിൽ ബോട്ടം എഡ്ജിനെയാണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രസ്റ്റിനും റൂട്ടിനും ഇടയിലുള്ള ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഇത് മുതൽ ഇതൊരു ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ടേമാണ് പിച്ച്. ഓക്കെ, പിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു അടുത്തടുത്ത രണ്ട് ത്രെഡുകൾ തമ്മിലുള്ള സെയിം പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റും തമ്മിലുള്ള ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പിച്ച് നമ്മൾ മെഷർ ചെയ്യുന്നത് ആക്സിസിന് പാരലായിട്ടായിരിക്കും. ഇതാണ് ആക്സിസ്. ഈ ആക്സിസിന് പാരലായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു പിച്ച് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ കോൺസിക്യൂട്ടീവ് ത്രെഡ് മെഷേർഡ് ഇൻ പാരലൽ ടു ദ ആക്സിസ്. ഓക്കെ, അപ്പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും. ഓക്കെ, മേജർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സ്ക്രൂ ത്രെഡിൻ്റെ ലാർജർ ഡയമീറ്ററിനെയാണ് നമ്മൾ മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ഈ ഒരു ടേംസിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഓക്കെ, പിച്ച് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കറസ്പോണ്ടിങ് പോയിന്റ്സ് ഓൺ കോൺസിക്യൂട്ടീവ് ത്രെഡ് മെഷേർഡ് പാരലൽ ടു ദ ആക്സിസ്. ഓക്കെ, അതിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ പറയുന്നതാണ് മേജർ ആൻഡ് മൈനർ ഡയമീറ്റർ. ഓക്കെ,
ബാക്കി പോയിന്റ്സ് നമുക്ക് നോക്കാം. മേജർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ സ്ക്രൂ ത്രെഡ്. ഓക്കെ, സ്ക്രൂ ത്രെഡിൻ്റെ ലാർജസ്റ്റ് ഡയമീറ്ററിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഞാനൊരു ഫിഗർ കാണിക്കാം. ഇതിപ്പോൾ ഒരു ത്രെഡാണെന്ന് സങ്കല്പിക്കുക. ഇതൊരു ത്രെഡാണെങ്കിൽ ഈ ഒരു പോർഷൻ മുതൽ ഇത് മുതൽ ഇതുവരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. മേജർ ഡയമീറ്റർ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പോർഷൻ ഇത് മുതൽ ഇതുവരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് എന്തോന്ന് പറയുന്നത്, മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോഴൊരു എക്സ്റ്റേണൽ ത്രെഡിൻ്റെ മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു വരച്ച് കാണിച്ചതുപോലെയുള്ള ആ ഒരു മേജർ ഡയമീറ്റർ, അതായത് ലാർജസ്റ്റ് ഡയമീറ്ററിനെയാണ്. എക്സ്റ്റേണൽ ത്രെഡിൻ്റെ ലാർജസ്റ്റ് ഡയമീറ്ററിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു സിലിണ്ടർ ആണെന്ന് സങ്കല്പിക്കുക. ഈ ഒരു സിലിണ്ടറിനെയാണ് നമ്മൾ പിന്നീട് എന്ത് ചെയ്യുക, ത്രെഡ് ചെയ്ത് അല്ലെങ്കിൽ ഗ്രൂവ് ചെയ്ത് ഈ ഒരു ത്രെഡ് പോലെ ആക്കി എടുക്കുന്നത്. ഇങ്ങനെ ത്രെഡ് ആക്കി എടുക്കും മുന്നേ ഉള്ള ഈ ഒരു ഡയമീറ്ററിനെയാണ്, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം എത്താണ് ഈ ഒരു ക്രസ്റ്റ് മുതൽ ഈ ഒരു എക്സ്റ്റേണൽ ത്രെഡിൻ്റെ ഈ ഒരു ഭാഗത്തെ ക്രസ്റ്റ് മുതൽ ഈ ഒരു ഭാഗത്തെ ക്രസ്റ്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, മേജർ ഡയമീറ്റർ എന്ന് നമുക്ക് പറയാം. ഇനി അത് എക്സ്റ്റേണൽ ത്രെഡിൻ്റെ കാര്യത്തിലാണ്. ഇനി ഇന്റേണൽ ത്രെഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാർജസ്റ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷമുള്ള ഡയമീറ്ററിനെയാണ്. ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷമുള്ള ഡയമീറ്ററിനെയാണ് നമ്മൾ ഇന്റേണൽ ത്രെഡിൻ്റെ ലാർജസ്റ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ത്രെഡ് ആണെങ്കിൽ നമ്മൾ ആ ഒരു സിമിലാരിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്റ്റേണൽ ത്രെഡ് ആണെങ്കിൽ നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ലാർജർ ഡയമീറ്ററിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ത്രെഡിൻ്റെ മേജർ ഡയമീറ്റർ അല്ലെങ്കിൽ ലാർജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഇന്റേണൽ ത്രെഡ് ആണെങ്കിൽ, ഇന്റേണൽ ത്രെഡിന് എക്സാമ്പിൾ ഏതാണ്, നമ്മുടെ നട്ടാണല്ലേ. അപ്പോൾ ആ ഒരു ഇന്റേണൽ ത്രെഡിന് നമ്മൾ മേജർ ഡയമീറ്റർ അല്ലെങ്കിൽ ലാർജർ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷമുള്ള ലാർജർ ഡയമീറ്ററിനെയാണ് നമ്മൾ ഇന്റേണൽ ത്രെഡിൻ്റെ കേസിൽ മേജർ ഡയമീറ്റർ ആയിട്ട് പറയുന്നത്. ഇനി അടുത്താണ് മൈനർ ഡയമീറ്റർ. മൈനർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സ്മാളസ്റ്റ് ഡയമീറ്റർ ഓഫ് സ്ക്രൂ ത്രെഡ്. സ്ക്രൂ ത്രെഡിൻ്റെ സ്മാളസ്റ്റ് ഡയമീറ്ററിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു മൈനർ ഡയമീറ്ററിനെ നമുക്ക് കോർ അല്ലെങ്കിൽ റൂട്ട് ഡയമീറ്റർ എന്ന് പറയാം. ഈ ഒരു മൈനർ ഡയമീറ്ററിനെ നമുക്ക് എന്തോന്ന് പറയാം, കോർ അല്ലെങ്കിൽ റൂട്ട് ഡയമീറ്റർ എന്ന് പറയാം. കോർ അല്ലെങ്കിൽ റൂട്ട് ഡയമീറ്റർ എന്ന് മൈനർ ഡയമീറ്ററിനെ പറയാം. ഇനി ഈ ഒരു മൈനർ ഡയമീറ്റർ എക്സ്റ്റേണൽ ത്രെഡിൻ്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു സ്മാളസ്റ്റ് ഡയമീറ്ററിനെയാണ് നമ്മൾ മൈനർ ഡയമീറ്റർ ആയിട്ട് എക്സ്റ്റേണൽ ത്രെഡിൽ കണക്കാക്കുന്നത്. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകരുത്. മേജർ ഡയമീറ്റർ ഞാൻ ഒന്നുകൂടെ പറയാം. മേജർ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എക്സ്റ്റേണൽ ത്രെഡിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മേജർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ത്രെഡ് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേയുള്ള ഡയമീറ്ററിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഏതിൻ്റെ കേസിൽ, എക്സ്റ്റേണൽ ത്രെഡിൻ്റെ കേസിൽ. അല്ലെങ്കിൽ ഞാൻ ഈ ഫിഗറിൽ വരച്ച് കാണിച്ചതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്രസ്റ്റിൻ്റെ ടോപ്പ് പോർഷൻ മുതൽ ഓപ്പോസിറ്റുള്ള ത്രെഡിൻ്റെ ക്രസ്റ്റിൻ്റെ ടോപ്പ് പോർഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് പറയാം. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് ഈ ഒരു പോർഷൻ, ഈ ഒരു ലൈൻ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ലൈനിനെയാണ് നമ്മൾ മേജർ ഡയമീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ ഒരു പോർഷൻ, ഇത്രയും ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഏതിൻ്റെ കേസിൽ, എക്സ്റ്റേണൽ ത്രെഡിൻ്റെ കേസിൽ. ഇനി ഇന്റേണൽ ത്രെഡിൻ്റെ കേസിൽ മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ആ ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷമുള്ള ലാർജസ്റ്റ് ഡയമീറ്ററിനെയാണ് മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഏതിൻ്റെ കേസിൽ, ഇന്റേണൽ ത്രെഡിൻ്റെ കാര്യത്തിൽ. ഇനി നെക്സ്റ്റ് നോക്കുന്നതാണ് നമ്മൾ മൈനർ ഡയമീറ്റർ. മൈനർ ഡയമീറ്റർ ഞാൻ പറഞ്ഞു കോർ അല്ലെങ്കിൽ റൂട്ട് ഡയമീറ്റർ എന്ന് പറയാം. ഈ മൈനർ ഡയമീറ്റർ ഇനി എക്സ്റ്റേണൽ ത്രെഡിൻ്റെ മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷം ഫോം ചെയ്യുന്ന സ്മാളസ്റ്റ് ഡയമീറ്ററിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ത്രെഡിൻ്റെ മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയുന്നു, ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന സ്മാളസ്റ്റ് ഡയമീറ്ററിനെയാണ് എക്സ്റ്റേണൽ ത്രെഡിൻ്റെ മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇന്റേണൽ ത്രെഡിൻ്റെ മൈനർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ
നമ്മളിപ്പോൾ ആ ഒരു മൈനർ ഡയമീറ്റർ നമ്മുടെ ഇന്റേണൽ ത്രെഡിന്റെ മൈനർ ഡയമീറ്ററിന്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതൊരു സോളിഡ് ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇതൊരു അതായത് നമ്മളിപ്പോൾ ഒരു നട്ട് ഹോള് ചെയ്ത് അതിൽ ത്രെഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സോളിഡ് സാധനമാണ്. അതിനകത്ത് ഇത്രയും പോർഷനിലാണ് നമ്മൾ ഹോൾ ഇടുന്നതെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡയമീറ്ററിനെയാണ് നമ്മൾ ഇന്റേണൽ ത്രെഡിന്റെ മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ത്രെഡ് കട്ട് ചെയ്യും മുന്നേയുള്ള സ്മാളസ്റ്റ് ഡയമീറ്ററിനെയാണ് എന്തോന്ന് പറയുന്നത്, ഇന്റേണൽ ത്രെഡിന്റെ മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു മെമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾക്ക് എന്തായാലും ഹോൾ ഇടണം. ഓക്കെ, ഡ്രില്ല് ചെയ്ത് ഹോൾ ഇട്ടതിന് ശേഷമാണ് നമ്മൾ അതിൽ പിന്നീട് ത്രെഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ത്രെഡ് ഹോൾ ഇട്ടതിന് ശേഷമുള്ള ആ ഒരു സ്മാൾ ഡയമീറ്ററിനെയാണ് നമ്മൾ ഇന്റേണൽ ത്രെഡിന്റെ മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ആ ഒരു മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈമാണ് നമുക്ക് ലീഡ്. ഓക്കെ, ലീഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ നട്ടും ബോൾട്ടും അറിയാമല്ലേ, അതിൽ നട്ട് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം മൂവ് ചെയ്യാൻ കഴിയുന്നു അല്ലെങ്കിൽ എത്രത്തോളം അത് മൂവ് ചെയ്യുന്നു എന്നതാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്. ഓക്കെ, നട്ട് നമ്മൾ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം മൂവ് ചെയ്യുന്നു ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, ലീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡെഫിനിഷനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് പാരലൽ ടു ദ ആക്സിസ് ദാറ്റ് എ സ്ക്രൂ അഡ്വാൻസ് ഇൻ ഒൺ കംപ്ലീറ്റ് റെവല്യൂഷൻ. ഓക്കെ, ആ ഒരു ഒൺ കംപ്ലീറ്റ് റെവല്യൂഷൻ ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസിൽ അത് മൂവ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ പറയുന്നുണ്ട് ഫോർ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ലെഡ് ഈക്വൽ ടു പിച്ച്. അതായത് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആണെങ്കിൽ അവിടെ ലെഡ് എന്ന് പറയുന്നത് പിച്ചിന് ഈക്വൽ ആയിരിക്കും. ഈ ഒരു സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ഫിഗറിൽ ഈ സിംഗിൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും ആയിരിക്കും ഒരു പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇത്രയും പോർഷനായിരിക്കും ഒരു പിച്ച് എന്ന് പറയുന്നത്. അതിനെയാണ് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയുന്നത്. ഇനി ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷനായിരിക്കും നമ്മൾ ഒരു ലീഡായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇത്രയും പോർഷനെയായിരിക്കും നമ്മൾ ഒരു ലീഡായിട്ട് കണക്കാക്കുന്നത്. അതിനെയാണ് ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയുന്നത്. ഇനി സിംഗിൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ ആയിരിക്കും ഒരു ലീഡ് എന്ന് പറയുന്നത്. ഡബിൾ സ്റ്റാർട്ട് ആകുമ്പോൾ ഇത്രയും പോർഷൻ ആയിരിക്കും ഒരു ലീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പോർഷൻ എന്ന് പറയുമ്പോൾ എത്ര പിച്ചായി, 2 പിച്ചായല്ലേ. അപ്പോൾ ഈ ഒരു സിംഗിൾ ത്രെഡ് എന്ന് പറയുന്നത് ഒരു പിച്ചിന് ഈക്വലാണ്. ഓക്കെ, അതാണ് നമ്മൾ മുകളിൽ ആ ഒരു സെന്റൻസിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി മറ്റൊരു ടേമാണ് പിച്ച് ഡയമീറ്റർ. ഓക്കെ, പിച്ച് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെയിൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മേജർ ആൻഡ് മൈനർ ഡയമീറ്റർ ഓഫ് ദ സ്ക്രൂ ത്രെഡ്. ഓക്കെ, പിച്ച് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ഇമാജിനറി ഡയമീറ്റർ ആണ്. മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, നമ്മുടെ പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ ഫിഗറിൽ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇത് മേജർ ഡയമീറ്റർ ആണല്ലേ. ഇത് ഇപ്പോൾ ഒരു ഇതിൽ പിച്ച് ഡയമീറ്റർ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ളതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, മേജർ ഡയമീറ്റർ. അതുപോലെ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ളതിനെയാണ് നമ്മൾ മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു എക്സ്ട്രാ ഒരു ഫിഗർ വരച്ച് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതൊരു ത്രെഡാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, ഇവിടെ മേജർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൈനർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇനി പിച്ച് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഒരു നമ്മൾ ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇതിൻ്റെ ഈ ഒരു സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡയമീറ്ററിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഡയമീറ്ററിനെയാണ് നമ്മൾ പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനത് മനസ്സിലായെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു കളറിൽ. ഓക്കെ, ഇത് മുതൽ ഇതുവരെയുള്ള പോർഷനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്,
മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത് ഈ ഒരു വയലറ്റ് കളറിലൊക്കെ ഈ ഒരു പോർഷൻ മുതൽ ഈ ഒരു പോർഷൻ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇനി പിച്ച് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനൊക്കെ ഈ ഒരു ബ്ലാക്ക് ഇട്ട് വരച്ചിരിക്കുന്നത് ഈ ഒരു പോർഷൻ മുതൽ ഈ ഒരു പോർഷൻ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ഇമേജിനറി ഡയമീറ്റർ ആണ്. ഓക്കെ, ഈ ഒരു പിച്ച് ഡയമീറ്ററിന് നമുക്ക് മറ്റൊരു പേരിൽ പറയാം എഫക്റ്റീവ് ഡയമീറ്റർ എന്ന് പറയാം. ഓക്കെ, ഒരു പിച്ച് ഡയമീറ്ററിന് നമുക്ക് എഫക്റ്റീവ് ഡയമീറ്റർ എന്നും പറയാം. ഓക്കെ, പിച്ച് ഡയമീറ്ററിനെ നമുക്ക് എഫക്റ്റീവ് ഡയമീറ്റർ എന്നും പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? പിച്ച് പഠിച്ചു, ലീഡ് എന്താണെന്ന് പറഞ്ഞു, പിച്ച് ഡയമീറ്റർ പറഞ്ഞു, അതുപോലെ നമ്മൾ മേജർ ഡയമീറ്റർ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ആക്സിസ് എന്താണെന്ന് പറഞ്ഞു, ക്രസ്റ്റ് പറഞ്ഞു, റൂട്ട് എന്താണെന്ന് പറഞ്ഞു, ഡെപ്ത് ഓഫ് ത്രെഡും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ത്രെഡ് ആംഗിൾ. ഓക്കെ, ത്രെഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ഒരു ആംഗിളാണ് ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡൈഹെഡ്രൽ ആംഗിൾ ബിറ്റ്വീൻ ദ സൈഡ് ഓഫ് ദ ത്രെഡ് അല്ലെങ്കിൽ ഫ്ലാങ്ക് ഈസ് കോൾഡ് ത്രെഡ് ആംഗിൾ. നമ്മൾ ആ ഒരു ഫ്ലാങ്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഒരു ഇതാണ് രണ്ട് ഫ്ലാങ്ക്, ഈ ഒരു പോർഷനാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും ഫ്ലാങ്ക് ആണ്, ഈ ഒരു പോർഷനാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ആംഗിളിനെയാണ് ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് ദ ഡൈഹെഡ്രൽ ആംഗിൾ ബിറ്റ്വീൻ ദ സൈഡ്സ് ഓഫ് ദ ത്രെഡ് അല്ലെങ്കിൽ ഫ്ലാങ്ക് ഈസ് കോൾഡ് എന്തോന്ന് പറയാം? ത്രെഡ് ആംഗിൾ എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് റൈറ്റ് ഹാൻഡ് ത്രെഡ്. റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു നമ്മുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അത് ടേൺ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയുന്നത്. ഇനി ആൻറ്റി ക്ലോക്ക് വൈസിലാണ് അത് ടേൺ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയുന്നു. ദെൻ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു. സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പിച്ചുള്ളതല്ലേ, ഒരു പിച്ചുള്ളതിനെയാണ് നമ്മൾ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയുന്നത്. ഇനി ഡബിൾ സ്റ്റാർട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഡബിൾ സ്റ്റാർട്ട് എന്ന് പറയുന്നത് രണ്ട് പിച്ചുണ്ടാവും. ഇത്രയും ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഒരു ലീഡായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അതിലെന്താണ്? രണ്ട് പിച്ചുണ്ടാവും അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയുന്നത്. ഇനി അത് രണ്ടിനേക്കാളും കൂടുതൽ നമ്മളുണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ എന്ന് പറയാം. ഓക്കെ, മൾട്ടിപ്പിൾ അല്ലെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് ത്രെഡ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.